നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് നൈഫ് ഫ്ലീറ്റ് ആയിട്ടുള്ള സ്കേർട്ടാണ്. എല്ലാവർക്കും വളരെയധികം സംശയമാണ് നൈഫ് ഫ്ലീറ്റ് തയ്ക്കുമ്പോൾ പലരുടെ കൈകളിലും ഫ്ലീറ്റ് കൂടുകയും കുറയും. അതായത് അല്ലാതെ ഈക്വലായിട്ട് വരാണ്ട് കൂടിയും കുറഞ്ഞിട്ടിരിക്കുന്ന പ്രശ്നം എല്ലാവരുടെ അടുത്തുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ആദ്യമായിട്ടാണ് ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. ഇതിനായിട്ടൊരു റേഷ്യോ ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ഈ ഫ്ലീറ്റ് ഈക്വലായിട്ട് വരുത്തുന്നത് അതിനുള്ള ഈ റേഷ്യോ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പ്രത്യേകം പറയുന്നതായിരിക്കും. അതിനായി നമ്മൾ തുണി ഏകദേശം ഇതിപ്പോൾ തുണി വീതി ഒരു 55 ഇഞ്ച് തുണി വീതിയുള്ള തുണിയാണ്. അതായത് നമ്മൾ ഏകദേശം എത്ര ഉയരം വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ സ്കേർട്ടിനൊക്കെ തുണി വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു മെത്തേഡ് അറിയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് തുണി എത്ര മീറ്റർ വേണമെന്നുള്ളത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം തുണി വേസ്റ്റ് ആവുന്നില്ല, അതേപോലെ തന്നെ നമുക്ക് കോസ്റ്റും ലാഭിക്കാം. ഞാനിവിടെ എനിക്ക് ആവശ്യത്തിനുള്ള തുണി വീതി എടുത്തിട്ടാണ് നമ്മൾ തുണി വാങ്ങിച്ചത്. എനിക്കധികം നന്നായിട്ട് ഫ്ലീറ്റ് വേണമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഫ്ലയേർഡ് ആയിട്ടുള്ള മീൻസ് നന്നായിട്ട് ഫ്ലീറ്റ് എടുക്കാൻ വേണ്ടി നന്നായിട്ട് നൈഫ് ഫ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എത്രയാണോ തുണി അതിൻ്റെ തുണി വീതി എത്രയാണോ 55 ഇഞ്ച് തുണി വീതിയുള്ള തുണീനെ ഞാൻ 4 പാനലായിട്ട് കട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം എനിക്ക് ഇവിടെ 220 ഇഞ്ച് തുണി വീതി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 5 മീറ്ററിൻ്റെ അവിടേക്കാണ് എനിക്ക് തുണി വന്നത്. അങ്ങനത്തെ 4 പാനലായിട്ട് കട്ട് ചെയ്തു. ലൈനിങ്ങും നമ്മുടെ ആവശ്യാനുസരണം ഞാനിവിടെ ക്രേപ്പ് ലൈനിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോട്ടൺ ലൈനിങ്ങും ഉപയോഗിക്കാം, പക്ഷേ ക്രേപ്പാണ് കൂടുതൽ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം ക്രേപ്പ് ആകുമ്പോൾ കളർ ഫെയ്ഡ് ആവില്ല, അതേമാതിരി തന്നെ ലോങ് ഇലാസ്റ്റിക് ക്രേപ്പായിട്ട് വരുന്നു. അതേമാതിരി തന്നെ യൂസ് ചെയ്യാനും എളുപ്പമാണ്, പെട്ടെന്ന് കീറില്ല. അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ് നമുക്ക് ക്രേപ്പ് ഫാബ്രിക്കിൽ നിന്നും കിട്ടുന്നുണ്ട്. നമ്മളിത് ആവശ്യത്തിന് ലൈനിങ്ങിൻ്റെ ഹൈറ്റ് ഞാൻ ആകെ കൂടി 2 പാനൽ മാത്രമാണ് ലൈനിങ് വെക്കുന്നത്. നമ്മുടെ ടോപ്പ് സൈഡിൽ തുണി അത്യാവശ്യത്തിന് നല്ലൊരു റയോൺ കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ടെക്സ്റ്ററോട് കൂടിയാണ് ടോപ്പ് സൈഡിലെ ഫാബ്രിക് ഉള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പ്രത്യേകം കാണാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ റേഷ്യോനെ കുറിച്ച് പറയുന്നുണ്ടെന്ന്. അതെല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും. ബിഗ്നേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നൈഫ് ഫ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്കേർട്ട് പൂർണ്ണമായിട്ടും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലൈനിങ് 2 പാനലും അതേമാതിരി തന്നെ ടോപ്പ് സൈഡിലത്തെ ഫാബ്രിക് 4 പാനലായിട്ടാണ് കട്ട് ചെയ്തത്. നമുക്ക് സ്കേർട്ട് ഇങ്ങനത്തെ ഫ്ലീറ്റ് ആയിട്ടുള്ള സ്കേർട്ട് നൈഫ് ഫ്ലീറ്റ് ആയിട്ടുള്ള സ്കേർട്ട് കട്ട് ചെയ്യാൻ അധികം പണിയില്ല, സിമ്പിളായിട്ട് കട്ട് ചെയ്ത് തീരും. ഇപ്പോൾ നമ്മുടെ 4 പാനല് കട്ട് ചെയ്ത് കഴിഞ്ഞു, അതേപോലെ തന്നെ 2 പാനലും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഈ 4 പാനലും ജോയിൻ ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ 4 പാനലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് വൈസിൽ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഡ്ത്ത് വൈസിൽ കട്ട് ചെയ്താൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തുണി വേസ്റ്റാണ് കുറേയൊക്കെ. ഇനി നമ്മൾ 4 പാനലും ജോയിൻ ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് കനത്തിൽ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇൻ കേസ് നമുക്ക് കുട്ടികൾക്ക് തയ്ക്കുമ്പോൾ ഒരു ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മൾ 1.5 ഇഞ്ചിൽ നമ്മൾ മടക്കി തയ്ക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് നീളത്തേക്ക് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായി ആ സ്കേർട്ട് 1 ഇഞ്ചോളം നമുക്ക് ഹൈറ്റ് കൂടി കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1.5 ഇഞ്ച് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സംശയം ഉണ്ടാവും, എന്തിനാണ് ഈ 1.5 ഇഞ്ച് ഇടണേന്ന്. നമുക്ക് ഇങ്ങനൊരു ബെനിഫിറ്റും ഉണ്ട്. മാത്രവുമല്ല നമ്മൾ ഫ്ലീറ്റ് തയ്ക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി താഴേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് മടക്കി തയ്ക്കുന്നത്. അല്ലെങ്കിൽ വല്ല കാറ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അടിയിൽ 1.5 ഇഞ്ച് മടക്കി തയ്ക്കുന്നത് കാരണം ആ അടിവശത്ത് ഒരു വെയിറ്റ് മതി, അതായത് കനത്തിൽ കെടുക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്കേർട്ട് ഒരിക്കലും പൊന്തില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1.5 ഇഞ്ചിൽ തയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ 1.5 ഇഞ്ച് തയ്ക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമുക്കടുത്തത് ഫ്ലീറ്റ് തയ്ക്കുന്നതിലേക്ക് പോവാം. ഫ്ലീറ്റ് തയ്ക്കുന്നതിനായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു റേഷ്യോ ഉണ്ടെന്ന്, ആ റേഷ്യോ ആണ് ഞാൻ പറയാൻ പോകുന്നത്.
ഇപ്പോൾ ആദ്യം ഞാൻ പറയുകയാണ് ഈ സ്കേർട്ടിന് എങ്ങനെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കേർട്ടിൻ്റെ തുണി വീതി എന്ന് പറയുന്നത് 55 ഇഞ്ചാണ്. 55 ഇഞ്ച് തുണി വീതിയുള്ള തുണി നാല് പാനലായിട്ടാണ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ 55 × 4 220 വന്നത്. നമുക്ക് ഈ സ്കേർട്ടിന് വേണ്ട ഫ്ലീറ്റ് എന്ന് പറയുന്നത് 19 ഫ്ലീറ്റാണ്. അതിനായിട്ട് ആദ്യം 220 ഇഞ്ചിൽ നിന്നും 32 ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് 220 കിട്ടി. ആ 220 നിന്ന് നമ്മുടെ വേസ്റ്റ് അളവായിട്ടുള്ള 29 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 119 കിട്ടും. 119 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് 9.55 കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 20 ഇഞ്ചിനെ ഹരിക്കണം 19 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് 1.25 ഇഞ്ചാണ് കിട്ടിയത്. 1.25 ഇഞ്ച് അടയാളപ്പെടുത്തുക, അതിനുശേഷം 9.5 ഇഞ്ച് 1.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1.25 9.55 1.25 9.5 അങ്ങനെ എല്ലാം ഫുൾ മാർക്ക് ചെയ്തതിന് ശേഷം ടാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ട ഒരു ഫ്ലീറ്റ് തന്നെ അത്യാവശ്യത്തിന് വലിപ്പത്തിൽ കണ്ട്. പിന്നെ അടുത്തത് നമ്മൾ 1.25 അടയാളപ്പെടുത്തുന്നു. പിന്നെ 9.5 അടയാളപ്പെടുത്തും. ഈ 9.5 അടയാളപ്പെടുത്തുകയാണ് നേരെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ 1.25 ഇഞ്ച് മാത്രം വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല വലിയ ഫ്ലീറ്റ് ആയിരിക്കും നമുക്ക് ഉള്ളിലേക്ക് കിട്ടുക, തള്ളാൻ വേണ്ടിയിട്ട് കിട്ടുക. ഇങ്ങനെ തള്ളുന്ന ഫ്ലീറ്റാണ് നമുക്ക് അടിവശം വരെ കിട്ടുക. നമ്മളിപ്പോൾ 3 ഇഞ്ചൊക്കെ എടുത്തിട്ടാണ് ഫ്ലീറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം വരെ നമുക്ക് ആ ഫ്ലീറ്റിൻ്റെ ലെങ്ത്ത് കിട്ടില്ല. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒരുവിധം എല്ലാ പട്ടുപാവാട തയ്ച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോമൊക്കെ തയ്ച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഫ്ലീറ്റ് ഒന്നും അടിയിലേക്ക് കാണാത്തതിന് കാരണം ഇതാണ്. നമ്മൾ ആദ്യം ഒരു 2 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം സ്കേർട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ ലെയറും അടിയിലേക്ക് ഇട്ടിട്ട് കണ്ട ഇപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കണ്ട. നമ്മുടെ ഇപ്പോൾ ടോപ്പ് സൈഡിൽ വെറും 1.25 ഇഞ്ച് മാത്രമേ കാണാനുള്ളൂ. ബാക്കി ഉള്ള ഫ്ലീറ്റൊക്കെ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ തള്ളിയിടാണ് ചെയ്യുന്നത്. അപ്പോൾ നൈഫ് ഫ്ലീറ്റിൻ്റെ ലെങ്ത്ത് കണ്ട, ഇത് ഓരോ ഫ്ലീറ്റാണ്. ഏകദേശം ഒരു ഫ്ലീറ്റിൻ്റെ ഹാഫ് ഓഫ് എന്ന് പറയുന്നത് 4.25 4.25 ഇഞ്ച് ലെങ്ത്തിലാണ് ഓരോ ഫ്ലീറ്റും കിടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫ്ലീറ്റ് എല്ലാം ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നൈഫ് ഫ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നമുക്കിനി ലൈനിങ് ഏകദേശം 29 ഇഞ്ചിലേക്ക് ചെറിയ ഫ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അളവിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരളവിൽ റേഷ്യോ പറഞ്ഞുതരാം. ഏകദേശം 100 ഇഞ്ച് തുണി വീതി ഉണ്ടെന്ന് വെച്ചോ. 100 ഇഞ്ച് തുണി വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 16 ഇഞ്ചാണ് നമുക്ക് ഫ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് 16 ഫ്ലീറ്റ് വേണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ഇഞ്ചാണ് നമുക്ക് അരവട്ടം എന്നുണ്ടെങ്കിൽ 100 - 20 80 കിട്ടും. ഈ 80 ഇഞ്ചിനെ ഡിവൈഡഡ് ബൈ 16 വേണ്ടത്. അപ്പോൾ നമുക്ക് 20 ഇഞ്ചിൻ്റെ 80 ഇഞ്ചിനെ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ചാണ് നമുക്ക് ഉള്ളിലേക്ക് തള്ളിയിടാനുള്ള ഫ്ലീറ്റ് കിട്ടുക. അപ്പോൾ ഒരു ഫ്ലീറ്റിൻ്റെ ഉൾക്കനം എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി തയ്ക്കാം. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഫ്ലീറ്റ് ഇടാന്നുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെട്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഫ്ലീറ്റ് ഇട്ട് പോവാറ് എല്ലാവരും. അപ്പോൾ ഇങ്ങനെയല്ല ഇടേണ്ടത്. ഇങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് പോലും തുണി നമുക്ക് വേസ്റ്റ് ആവാണ്ട് നല്ല കറക്റ്റായിട്ട് ഓരോ ഫ്ലീറ്റും ഈക്വലായിട്ട് വരും. നമ്മളിനി ലൈനിങ്ങും അതേമാതിരി തന്നെ ടോപ്പ് സൈഡിലുള്ള നമ്മുടെ മെയിൻ തുണിയും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്.
നമ്മൾ പിന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഫ്ലീറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കൂടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ സൈഡിലൊരു സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾ രണ്ട് സൈഡും തമ്മിൽ ജോയിൻ ചെയ്തടിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുക എന്നൊക്കെ പറയും എല്ലാവരും. അതേപോലെ തന്നെ രണ്ട് സൈഡും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ രണ്ട് ലൈനിങ്ങും അതേപോലെ തന്നെ നല്ല തുണിയും തമ്മിൽ 4 പീസായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് ശേഷം കുറച്ചടിച്ചതിന് ശേഷം ലൈനിങ്ങും അതേപോലെ തന്നെ നല്ല തുണിയും കൂടി സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുക. അറ്റം വരെ ഒരിക്കലും ആരും ലൈനിങ്ങും അതേപോലെ തന്നെ നല്ല തുണിയും വെച്ചടിക്കില്ല. അപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും സ്കേർട്ട് അടിക്കുമ്പോൾ ഈ ഒരു റേഷ്യോ പ്രകാരം ഈ ഒരു റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലീറ്റുകൾ ഇടാം. നൈഫ് ഫ്ലീറ്റുകൾ ഇടാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്കേർട്ട് നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റും. നമ്മളിത് അധികം വലുതായിട്ടുള്ളൊന്നും ചെയ്യുന്നില്ല, കാരണം സിമ്പിളായിട്ട് സിബ് വെച്ച് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫേസിങ്ങും ബൈൻഡിങ്ങും വെച്ചിട്ട് നമുക്ക് സൈഡ് ക്ലോസ് ചെയ്യാം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമ്മൾ 1/4 ഇഞ്ച് ഫോൾഡിങ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഓൾറെഡി. നമ്മളിവിടെ നോർമൽ സിബാണ് വെക്കുന്നത്. നമുക്ക് ഇൻവെസിബിൾ സിബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസിബിൾ സിബ് വെക്കാം. നോർമൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സൈഡിൻ്റെ സിബ് നമുക്കധികം സൈഡിൽ പോകുന്ന കാരണം സിബ് അധികം നമുക്ക് കാണാൻ സാധിക്കില്ല. പോരാത്തന്നെ നമുക്ക് ഫ്ലീറ്റാണ്, നൈഫ് ഫ്ലീറ്റ് ആകുമ്പോൾ ഇടയിൽ കയറും. നമ്മൾ ഈ ഇതടിക്കുന്നത് ഇതിപ്പോൾ ക്ലോസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കില്ല, ആ ഒരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഈ സ്കേർട്ടിൻ്റെ സൈഡ് അടിക്കുന്നത്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് അടിച്ചാൽ അതിനിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടായാലും സിബ് വെച്ച് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഒരു സ്ലിറ്റ് അടിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് സിബ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. വേസ്റ്റ് ബാൻഡ് നമ്മൾ ഒരു 2.5 ഇഞ്ച് ഹൈ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 30 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സൈഡൊന്നും മടക്കി തയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് നമ്മൾ ഹുക്ക് വെക്കാനായിട്ട് ഒരു 1.5 ഇഞ്ച് നീളത്തിൽ പുറത്തേക്ക് തള്ളിയിട്ട് വിടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചത് മറക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളത് ഉൾട്ടാതിരിക്കും. നമുക്കിപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു കോണു ഭാഗത്തോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് പോയിന്റ് കറക്റ്റായിട്ട് വെക്കാം. അപ്പോൾ സ്ക്വയർ നല്ല ഫിനിഷിങ്ങിൽ വരും. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ സൈഡ് തയ്ക്കാം. ഫ്രണ്ട് ഭാഗം ഫോൾഡ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് തയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പോയിന്റ് കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചുളികൾ വരാൻ സാധ്യത. ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് വരുന്നതായിരിക്കും. ഇനി ഒന്നെങ്കിൽ പലരും 1/4 ഇഞ്ചിലിടും, അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ചെയ്ത് കൊടുത്താലും മതി.
നമ്മൾ ജസ്റ്റ് ഒന്ന് വല്ല പിന്ന് ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചു പോകാം. അല്ലെങ്കിലും തയ്ക്കണോട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഒന്ന് പിന്ന് ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്ച്ചു പോകാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഈ വേസ്റ്റ് ബാൻഡ് അറ്റാച്ചിങ് എന്ന് പറയുന്നത്. പലർക്കും വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ചുളിവുകൾ വരാൻ കാരണം ഉണ്ടാവും. അത് നമ്മൾ നീളവശത്തിൽ തുണി എടുക്കാത്തതുകൊണ്ടാണ്. വീതി വശത്തിൽ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. തുണി വീതിയാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയുടെ ഒരു ഫിനിഷിങ് പോവും. കാരണം നമുക്ക് ഫ്ലീറ്റ് അടിക്കുമ്പോൾ കുറേ റിങ്കിൾസ് വരാൻ എല്ലാവരുടെ കയ്യിലും റിങ്കിൾസ് വന്നിട്ടുണ്ടാവും. അതിനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് വിഡ്ത്ത് വൈസ് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ലെങ്ത്ത് വൈസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല നമുക്ക്. നമ്മളിത് 4 സൈഡും ഒന്ന് 1/4 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ച് കണത്തിൽ വേണമെങ്കിൽ പോയിൻ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഒന്നരികത്ത് കൂടെ അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ചിലർ 4 സൈഡ് അടിച്ചു പോവും. ചിലർ അടിവശത്ത് മാത്രം 1/4 ഇഞ്ചിലും പിന്നെ പോയിൻ്റ് ചെയ്തിട്ടും അടിക്കുന്നവരുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് ഫിനിഷിങ്ങിൽ തയ്ക്കാം. നമ്മളിവിടെ വയ്ക്കാൻ പോകുന്ന ഹുക്കും അതേമാതിരി തന്നെ അയ്യാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ടാണ് ഒരു 1.5 ഇഞ്ച് മുന്നിലേക്ക് തള്ളിയിട്ടാണ് അപ്പുറത്തെ സൈഡിൽ ചെയ്തത്. അപ്പോൾ റേഷ്യോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ ഒന്നുകൂടി മനസ്സിലേക്ക് പറഞ്ഞു തരാം. ഒരു കോമൺ ആയിട്ട് അളവാണെന്നുണ്ടെങ്കിൽ 100 ഇഞ്ച് വീതിയുള്ള 100 ഇഞ്ച് വീതിയിലാണ് തുണി ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൈനസ് എത്ര വേസ്റ്റ് എത്രയാണോ അത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 80 ഇഞ്ച്. 20 ഇഞ്ചാണ് വേസ്റ്റെങ്കിൽ 20 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 80 കിട്ടും. എത്ര ഫ്ലീറ്റാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അത് 80-ൽ നിന്നാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 80-ൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഇഞ്ചാണ് കിട്ടുക. നമുക്കപ്പോൾ ബാക്കി വരുന്ന വേസ്റ്റ് 20 ഇഞ്ചിനെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ 1/4 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അങ്ങനെ റിപ്പീറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം 5 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ഉള്ളിലോട്ട് തയ്ച്ചിടാണ് ചെയ്യുന്നത്. അവസാനം നമ്മൾ എന്താണ് ചെയ്തത്? അവസാനം എല്ലാ ഫ്ലീറ്റും ഉള്ളിലേക്ക് തള്ളി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നൈഫ് ഫ്ലീറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ അതിനുള്ള ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം വേസ്റ്റ് ബാൻഡ് നമ്മൾ ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റത്തു നിന്ന് തുടങ്ങാണ്ട് ഒരു ഇടയിൽനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കാം. ഓരോ മൂലകളിൽ വെച്ച് തുടങ്ങുമ്പോൾ അവസാനിക്കുമ്പോഴും നൂല് ഇങ്ങനെ തുമ്പത്ത് കിടക്കുന്നത് കാണാം. അപ്പോൾ ആ അതൊരു അൺഫിനിഷ്ഡ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇടയിൽനിന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ വേസ്റ്റ് ബാൻഡൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരറ്റത്തുനിന്ന് തുടങ്ങാണ്ട് ഒരു ഫുൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാതി എന്നൊക്കെ ചെയ്യുക. കോളറായാലും നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കോളറൊക്കെ ആകുമ്പോൾ കോളർ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ഏകദേശം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുന്നോട്ട് നിർത്തിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനത്തേക്ക് വരാം. അപ്പോൾ കറക്റ്റായിട്ട് എഡ്ജ് ഫിനിഷിങ്ങിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ എഡ്ജിൽ ഇങ്ങനെ നൂലൊക്കെ കിടക്കുന്നത് എല്ലാവരുടെയും കണ്ടിട്ടുണ്ടാവും. അതിങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുകൂടിയും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് സ്കേർട്ടായാലും അതേ തന്നെ കോളറായാലും എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളിവിടെ സ്കേർട്ട് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല ഫ്ലീറ്റാണ്. അടിവശം വരെ നല്ല കനത്തിൽ കിടക്കുന്ന ഫ്ലീറ്റാണ്, നൈഫ് ഫ്ലീറ്റ്. ഇപ്പോൾ നമുക്ക് ഓണൊക്കെയാണ് വരുന്നത്. നമുക്ക് ഈ സ്കേർട്ട് നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. സാരി ആയാലും 5 മീറ്റർ സാരി വരുന്നുണ്ട്. അത് നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. See you in another video. Bye.